ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ NIOSൻ്റെ ഇംഗ്ലീഷാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ എടുത്തത് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, കമലദാസിൻ്റെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന ചാപ്റ്റർ എന്താണെന്നുള്ള ഒരു പോയം എന്താണെന്നുള്ള സ്റ്റോറീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷനാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും മലയാളത്തിലും ഞാൻ പറഞ്ഞുതരാം, നിങ്ങളത് നോക്കി പഠിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഞാൻ റീഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനും ആൻസറും ഒന്ന് റീഡ് ചെയ്യണം കേട്ടോ. നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കാം. വാട്ട് ഹാപ്പൻ ടു ദ ഹൗസ് ആഫ്റ്റർ ദ ഗ്രാൻഡ് മദർ ഡൈസ്? അതായത് മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം വീടിന് എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചത്? ദ ഹൗസ് വിഡ്രോ ഇൻ ടു സൈലൻസ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹർ ഗ്രാൻഡ് മദർ. അതായത് അമ്മൂമ്മയുടെ മരണത്തിന് ശേഷം വീട് നിശബ്ദമാവുകയാണ് ചെയ്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ പോയറ്റ് നോട്ട് ഏബിൾ ടു റീഡ് ദ ബുക്സ്? എന്തുകൊണ്ടിട്ടാണ് കവയിത്രിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ സാധിക്കാണ്ടിരുന്നത്? ദ പോയിറ്റ് വാസ് നോട്ട് ഏബിൾ ടു റീഡ് ബുക്സ് ദാറ്റ് ടൈം. പോയിറ്റിന് വാസ് നോട്ട് ഏബിൾ, എന്തുകൊണ്ടിട്ടാണ് വായിക്കാൻ കഴിയാണ്ടിരുന്നത്? നോട്ട് ഏബിൾ ടു റീഡ് ബുക്സ് ദാറ്റ് ടൈം, ആ സമയം എന്തുകൊണ്ടിട്ട് പറ്റിയില്ല? ബിക്കോസ് ഷീ വാസ് ടു യങ്, കാരണം അവൾ വളരെ ചെറുതായിരുന്നു, അതുകൊണ്ടിട്ട് വായിക്കാൻ കഴിയാണ്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ടു തിങ്സ് ഹാപ്പൻ വെൻ ഹർ ഗ്രാൻഡ് മദർ ഡൈഡ്? അവളുടെ മുത്തശ്ശി മരിച്ചപ്പോൾ സംഭവിച്ച രണ്ട് കാര്യങ്ങൾ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. എന്തൊക്കെയാണ്? വെൻ ഹർ ഗ്രാൻഡ് മദർ ഡൈഡ് ദർ കെയിം കംപ്ലീറ്റ് സൈലൻസ്. അവിടെ മൊത്തം ഒരു സൈലന്റ് ഫീലിംഗ് ആയിരുന്നു, നിശബ്ദതയായിരുന്നു. ഇൻസൈഡ് ദ ഹൗസ്, വീടിനുള്ളിൽ ഫുൾ നിശബ്ദതയായിരുന്നു. സെക്കൻഡ്ലി, രണ്ടാമത്തെ കാര്യം, സ്നേക്സ് സ്റ്റാർട്ടഡ് മൂവിങ് എമംഗ് ബുക്സ്. പാമ്പുകളും ഇതൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു നടക്കാൻ വേണ്ടി തുടങ്ങി. കാരണം ഒത്തിരി അടഞ്ഞു കിടക്കുന്ന വീടല്ലേ, അപ്പോൾ എപ്പോഴും ഈ ഇഴജന്തുക്കളുടെ ശല്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടിട്ടാണ്? ആ വീട് ആരും ഉപയോഗിക്കുന്നുണ്ടായില്ല, എല്ലാം നിശബ്ദതയായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ഗ്രാൻഡ് മദറിൻ്റെ കാലശേഷം അവിടെ സംഭവിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ പോയറ്റസ് കമ്പയർ ദ ടേണിംഗ് ഓഫ് ഹർ ബ്ലഡ് കോൾഡ് ലൈക്ക് ദ മൂൺ? എന്തുകൊണ്ടാണ് കവി തൻ്റെ രക്തത്തിൻ്റെ തിരിയലിനെ ചന്ദ്രനെ പോലെ താരതമ്യം ചെയ്യാൻ, ബ്ലഡിനെ ചന്ദ്രനെ പോലെ താരതമ്യം ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? ദ പോയറ്റസ് കമ്പയർ ദ കോൾഡ്നെസ് ഓഫ് ബ്ലഡ് വിത്ത് ദ മൂൺ. അതായത് കവയിത്രി ഈ കോൾഡ്നെസ്സിനെ, തണുപ്പിനെ ബ്ലഡിൻ്റെ, അതായത് ചന്ദ്രനുമായിട്ട് കവി രക്തത്തിൻ്റെ തണുപ്പിനെ ഉപമിക്കുകയാണ് ചെയ്യുന്നത്. ഡ്യൂ ടു ഇറ്റ്സ് ലവ്ലി ലൈക്ക് ഈസ് തോട്ട് ടു ബി കൂൾ അൺലൈക്ക് ദ സൺ. അതായത് കാരണം എന്താണ്? ചന്ദ്രനെ പോലെ തണുത്തതായിരിക്കും എന്നാണ് കവി പറയുന്നത്. വൈ ഡസ് ദ പോയറ്റ് ഈസ് വാണ്ട് ടു ലേ ദ ഡാർക്ക്നെസ് ബിഹൈൻഡ് ഹെർ ബെഡ്റൂം ലൈക്ക് എ ബ്രോഡിംഗ് ഡോഗ്? അതായത് എന്തിനാണ് കവി തൻ്റെ കിടപ്പുമുറിയുടെ പിന്നിൽ ഒരു നായയെ പോലെ ഇരുട്ടിനെ മറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ചോദ്യം. ദ പോയറ്റ് ഈസ് വാണ്ട് ടു ലേ ദ ഡാർക്ക്നെസ് ബിഹൈൻഡ് ഹെർ ബെഡ്റൂം ലൈക്ക് എ ബ്രോഡിംഗ് ഡോഗ് ബിക്കോസ് ഷീ ഡസ് നോട്ട് വാണ്ട് ടു ഫോർഗറ്റ് ഹെർ ഗ്രാൻഡ് മദേഴ്സ് ലവ് ഫോർ ഹെർ. കാരണം എന്താ പറയുന്നത്? ബിക്കോസ് ഷീ ഡസ് നോട്ട് വാണ്ട് ടു ഫോർഗറ്റ്, അവൾക്ക് തൻ്റെ മുത്തശ്ശിയുടെ സ്നേഹം, ഫോർഗറ്റ് ഹെർ ഗ്രാൻഡ് മദേഴ്സ് ലവ് ഫോർ ഹെർ, ആ മുത്തശ്ശിയുടെ സ്നേഹം മറക്കാൻ അല്ലെങ്കിൽ മറന്നു കളയാനായിട്ട് ആഗ്രഹമില്ല. വൈ ഡസ് ദ പോയറ്റ് ഈസ് വാണ്ട് ടു വിസിറ്റ് ഹെർ ഗ്രാൻഡ് മദർ ഹൗസ്? വൈ? എന്തുകൊണ്ടാണ് കവി അവളുടെ മുത്തശ്ശിയുടെ വീട് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നത്? ാണ് സന്ദർശിക്കാൻ തോന്നുന്നത്? വെൻ ഷീ ഈസ് എ ഡിജക്റ്റിംഗ് മൂഡ്, അതായത് അവൾക്ക് നിരാശ അനുഭവിക്കുന്ന മാനസികാവസ്ഥ, നിരാശയായിട്ടുള്ള മാനസികാവസ്ഥ അനുഭവിക്കുന്ന സമയത്താണ് മുത്തശ്ശിയുടെ വീട് സന്ദർശിക്കാനായിട്ട് തോന്നുന്നത്. ക്വസ്റ്റ്യൻ, വൈ ഇസ് ദ എയർ ഇൻ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഫ്രോസൺ? എന്തുകൊണ്ടാണ് മുത്തശ്ശിയുടെ വീട്ടിലെ വായു തണുത്തുറഞ്ഞത് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? Because the house is absolutely silent, no one lives there, then the air does not seem to be moving.
ബിക്കോസ് എന്താണ്, ഹൗസ് ഈസ് അബ്സല്യൂട്ട്ലി സൈലൻറ്റ്. അവിടെ വളരെ നിശബ്ദതയാണ്, ഒരാളും അവിടെ താമസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അവിടെ വായു പോലും നീങ്ങുന്നില്ല, മൂവ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഹൗ ഡസ് ദ പോയറ്റസ് റിമെമ്പർ ഗ്രാൻഡ് മദർ ആൻഡ് വിഷ് ടു ബി ലീവ് എ സീക്ക് ഹർ ലവ്? അതായത് കവി എങ്ങനെ മുത്തശ്ശിയെ ഓർക്കുകയാണ്, അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊരു ചെറിയൊരു സൂചനകൾ എന്തൊക്കെയാണ് നമ്മൾ ഈ പോയറ്റിൽ നിന്ന് മനസ്സിലാക്കിയേക്കുന്നത്. The poetess got a much love from the grandmother, but now she is dead. The house were deserted. Look in her absence. പോയറ്റസിന്, അതായത് കവയിത്രിക്ക് ഒരുപാട് സ്നേഹം അവരുടെ മുത്തശ്ശിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ ജീവനോടെ ഇല്ല. അതുകൊണ്ടിട്ട് അവർക്ക് ആ വീട്ടിലേക്ക് പോകാനും അവർ ഇല്ലാത്ത ആ ഒരു വീട്ടിലേക്ക് പോകാൻ ഭയങ്കര അസ്വസ്ഥതയുണ്ട്. ഈവൻ ദ എയർ ഇൻസൈഡ് സെയിം ടു ഹാവ് ഫ്രോസൺ. So that love from the strangers, even in small quantities, she feels lost without her grandmother's love. ഇവിടെ പറയുന്നത് ഉള്ളിലെ വായു പോലും അവളെ മരവിപ്പിച്ചിരിക്കുകയാണ്. അതായത് മുത്തശ്ശിയുടെ സ്നേഹമില്ലാതെ അല്ലെങ്കിൽ അപരിചിതരിൽ നിന്നും ആ ഒരു സ്നേഹം ലഭിച്ചിരുന്നുവെങ്കിൽ എന്നുള്ള ചിന്ത വന്നതോടുകൂടിയിട്ട് അവർക്ക് ആ ഒരു സ്നേഹം ആരിൽ നിന്നും, ആ മുത്തശ്ശിയുടെ ആ ഒരു സ്നേഹം ആരിൽ നിന്നും ലഭിക്കുന്നില്ല. അവൾ ആ സ്നേഹം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്നേഹം കിട്ടാൻ ആ വീട്ടിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മുത്തശ്ശിയുടെ ആ ഓർമ്മകൾ ആ വീടിനുള്ളിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.